നമസ്കാരം. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവി. ത്രിദേവിമാരിൽ ഒരു ദേവി കൂടിയാണ് ലക്ഷ്മി ദേവി. കൂടാതെ വിഷ്ണുപത്നിയുമാണ് ദേവി. ജഗത്തിന്റെ നാഥനാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവത കൂടിയാണ് ദേവി. ഇതിനാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലക്ഷ്മി നാരായണ പ്രീതി അനിവാര്യമാണ് എന്ന് പറയാം. എന്നാൽ ഇരു ദേവതകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ലക്ഷ്മി വസിക്കുന്നിടത്ത് നാരായണൻ ഉറപ്പായും വസിക്കുന്നതാകുന്നു. അതേപോലെ ഏത് വീടുകളിൽ വിഷ്ണു ഭഗവാൻ വസിക്കുന്നുവോ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നതാണ്. ഈ കാരണത്താൽ കൂടിയാണ് ലക്ഷ്മി പ്രതീകമായ തുളസി നാം ഏവരും വീടുകളിൽ നിർബന്ധമായി വളർത്തുന്നതും പരിപാലിക്കുന്നതും. ഇങ്ങനെ മാത്രം ചെയ്യുന്നതിലൂടെ വീടുകളിൽ ലക്ഷ്മി നാരായണ വാസം ഉറപ്പാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇന്ന് ധനുമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാകുന്നു. അത് ലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാകുന്നു. എന്നാൽ ധനുമാസത്തിലെ മുപ്പട്ട വെള്ളി എന്നതിനോടൊപ്പം ഏകാദശി തിഥിയും, അതായത് സ്വർഗവാതിൽ ഏകാദശി തിഥിയും കൂടി വരുന്നു എന്നതും പ്രത്യേകതയാകുന്നു. അതിനാൽ തന്നെ ഇന്ന് ധനക്ലേശങ്ങൾ മാറുവാൻ എന്ത് കാര്യം ചെയ്താലും പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുന്നതാകുന്നു. ഇന്ന് വൈകുന്നേരം പ്രത്യേകിച്ചും നാം ചെയ്യേണ്ട ആ കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, കടബാധ്യതകൾ ഉള്ളവരാണ് എങ്കിൽ അവർ പ്രത്യേകിച്ചും പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം വൈകുന്നേരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാം ഏവരും സൂര്യാസ്തമന സമയം വിളക്ക് തെളിയിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം വിളക്ക് വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇന്ന് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തിൽ വന്ന് ചേരുവാൻ സഹായകരമായി മാറും എന്നാണ് പറയുക. ഈ കാര്യങ്ങൾ ഇനി ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഇന്നേ ദിവസം ഗണപതി സ്വാമിയുടെയും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും ചിത്രങ്ങളിൽ മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമത്തിലകം ചാർത്തുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു. നിങ്ങളുടെ വീടുകളിൽ ഈ ചിത്രമുണ്ട് എങ്കിൽ തീർച്ചയായും ആദ്യം ചെയ്യേണ്ടത് ഈ ചിത്രങ്ങൾ, പൂജാമുറിയിലെ ചിത്രങ്ങൾ എല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യമാകുന്നു. പ്രത്യേകിച്ചും ഏകാദശി കൂടി വരുന്നതിനാൽ ഈ കാര്യം നാം തീർച്ചയായും ചെയ്യേണ്ട കാര്യം തന്നെയാകുന്നു. ഇപ്രകാരം തുടച്ചതിന് ശേഷം ഈ കുറി അണിയിക്കുക, തിലകം അണിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. നാം അണിയുന്നതും കുടുംബാംഗങ്ങൾ ഏവരും അണിയുന്നതും അതീവ ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ധനതടസ്സം മാറും. കാരണം ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാനും വളരെയധികം സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കുക. കൂടാതെ ഈ സമയം ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിൽ പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാകുന്നു. ഓം ഗം ഗണപതിയേ നമഃ എന്ന ഈ മന്ത്രം 11 തവണ ജപിക്കുക. ഇപ്രകാരം ജപിക്കുന്നതിലൂടെ തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമാണ് ഇന്ന് ഈ മന്ത്രം ജപിക്കുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കുക. ആദ്യം ഗണപതി ഭഗവാന്റെ മന്ത്രം ജപിച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയുടെ ഈ പറയുന്ന മന്ത്രം ജപിക്കുക. ആദ്യത്തെ മന്ത്രം ഇപ്രകാരമാകുന്നു: സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നാകുന്നു. മന്ത്രം വീണ്ടും ജപിക്കാം. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നാകുന്നു. ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. അർത്ഥം ഇപ്രകാരമാണ്: സമുദ്രത്തിലേക്ക് കാൽവച്ചും പർവ്വതങ്ങളെ സ്തനങ്ങളാക്കിയും വസിക്കുന്നതും ശ്രീ മഹാവിഷ്ണുവിന്റെ പ്രിയ പത്നിയായിരിക്കുന്നതുമായ അമ്മേ,
എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം 3 തവണ ഈ പറയുന്ന മന്ത്രം ജപിക്കുക. മുൻപ് പരാമർശിച്ച മന്ത്രം നിങ്ങൾക്ക് 108 തവണ ജപിക്കാവുന്നതാണ്. അത്രയും സാധിക്കുന്നില്ല എങ്കിൽ 11 തവണയെങ്കിലും ജപിക്കുക. ഇതിനുശേഷം 3 തവണ ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ കൂടി ജപിക്കുക. ദേവിക്ക് ഇന്നേ ദിവസം പഞ്ചസാര, ശർക്കര, പായസം, മധുരം എന്നിവ സമർപ്പിക്കാവുന്നതാകുന്നു. എല്ലാം സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ദീപധൂപ ആരതി ഒഴിയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എത്ര തവണ ഒഴിയണം ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. 3 തവണ ഒഴിയുക. ഇപ്രകാരം ഒഴിയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്ന കാര്യം തന്നെയാകുന്നു. ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരും. ഇനി നാം ചെയ്യേണ്ടത് സമ്പ്രാണി പൊഴിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം പൊഴിക്കുകയാണ് എങ്കിൽ എന്ത് കാര്യമാണോ നാം ചെയ്യുന്നത് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഫലിക്കും, പെട്ടെന്ന് ഫലം ലഭിക്കുവാൻ സഹായകരമാകും എന്നാണ് പറയുക. അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നാം ചെയ്യേണ്ടത് വെളുത്ത പേപ്പർ ഉപയോഗിച്ച് ഒരു പരിഹാരമാകുന്നു. ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും പരിഹാരമായി മാറും. ഇന്നേ ദിവസം ചെയ്യുന്നതിനാൽ ഏറ്റവും സവിശേഷമായ ഫലങ്ങൾ തന്നെ ലഭിക്കും എന്ന് പറയാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വെളുത്ത പേപ്പർ ആകുന്നു. മറ്റ് എഴുത്തുകൾ ഒന്നും തന്നെ ഈ പേപ്പറിൽ പാടുള്ളതല്ല. ഈ വെളുത്ത പേപ്പറിൽ ശ്രീം എന്ന് എഴുതുക. ശ്രീം എന്ന വാക്ക് വ്യക്തമായി തന്നെ എഴുതുക. എപ്രകാരമാണ് നാം എഴുതേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. കുങ്കുമം പനിനീരിൽ ചാലിച്ച് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ ചാലിച്ചും ഇപ്രകാരം എഴുതാവുന്നതാണ്. ശേഷം ചുവന്ന അല്ലെങ്കിൽ പച്ച മഷിയിൽ നാം ഏതാഗ്രഹമാണോ നമുക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം എഴുതുക. ഉദാഹരണത്തിന് തൊഴിലാണ് ആവശ്യം എങ്കിൽ തൊഴിൽ എന്ന് തന്നെ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹം നടക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വിവാഹം എന്ന് എഴുതുക. പണം അല്ലെങ്കിൽ കടബാധ്യതകൾ നിങ്ങൾക്ക് ഒഴിയുവാൻ വേണ്ടിയാണ് എങ്കിൽ കടം എന്ന് എഴുതുവാൻ പാടുള്ളതല്ല. അത് നെഗറ്റീവായി എഴുതുകയാണ് എങ്കിൽ ഫലം ലഭിക്കില്ല എന്നാണ് പറയുക. അതിനാൽ പണം എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്കിൽ ആ എമൗണ്ട് കൃത്യമായി തന്നെ എഴുതുക. ഒരിക്കലും നെഗറ്റീവായ ഒരു കാര്യവും നിങ്ങൾ എഴുതുവാൻ പാടുള്ളതല്ല. രോഗങ്ങളാൽ വലയുന്നവർ രോഗങ്ങൾ മാറണം എന്ന് എഴുതരുത്, മറിച്ച് ആരോഗ്യം എന്ന് എഴുതുക. അപ്രകാരമാണ് എഴുതേണ്ടത്. കാര്യം ഏവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നാം നെയ്വിളക്ക് ഇന്നേ ദിവസം തെളിയിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് മുൻപേ പരാമർശിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ എഴുതി സമർപ്പിക്കുമ്പോൾ നെയ്വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. ശേഷം ഈ നമ്പർ ദേവിയുടെ ചിത്രമുണ്ട് എങ്കിൽ ദേവിയുടെ ചിത്രത്തിന് താഴെയായി വയ്ക്കുക. എവർക്കും ലക്ഷ്മി ദേവിയുടെ ചിത്രം ഉണ്ടാകണം എന്നില്ല. അങ്ങനെയാണ് എങ്കിൽ വിളക്കിന് സമീപം വയ്ക്കുക. ശേഷം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ആരും കാണാത്ത വിധം ഈ പേപ്പർ കേടുവരാത്ത രീതിയിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ പ്ലാസ്റ്റിക് ഡപ്പയിൽ സൂക്ഷിക്കരുത് എന്ന കാര്യം ഓർത്തിരിക്കുക. അത് വലിയ ദോഷം തന്നെയാകുന്നു. മറിച്ച് നാം ചെയ്യേണ്ടത് ഗ്ലാസിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ചില്ല് പാത്രത്തിൽ സൂക്ഷിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. കഴിവതും മഞ്ഞപ്പട്ടിൽ അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ഇന്നേ ദിവസം ലക്ഷ്മി ദേവിക്ക് അത്രമേൽ പ്രാധാന്യമുള്ള ദിവസമാകുന്നു. സാധിക്കുന്ന ഏവരും ഈ കാര്യം ചെയ്യുക. ഏവർക്കും ദേവിയുടെ കടാക്ഷം വന്ന് ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.